നിയാസ്, അപ്പോൾ നോക്കൂ, ഇതിലെ രാഷ്ട്രീയം മുതലെടുപ്പാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒരുപക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഈ പ്രശ്നം അവിടെ തന്നെ അങ്ങ് തീരുമായിരുന്നു. ഇത് ഇത്രയും സങ്കീർണമാക്കിയതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കും അതുപോലെ ഇടത് വലത് മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയക്കാർക്കും വലിയൊരു പങ്കുണ്ട് ഇത് ഇത്രയും വഷളാക്കിയതിൽ. അതെങ്കിലും താങ്കൾ അംഗീകരിച്ചു തരണം. ഇല്ലെങ്കിൽ അവിടെ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇത് അവിടെ കസ്റ്റഡിയിലുള്ള സമയത്ത് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ കന്യാസ്ത്രീകൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെയുള്ള അവരുടെ ആ ചുറ്റുവട്ടത്തുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തിയ ശേഷം കൃത്യമായി കാര്യങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ തീരാവുന്ന ഒരു പ്രശ്നം ഇത്രയും വഷളാക്കിയത്, സങ്കീർണമാക്കിയത് മാധ്യമങ്ങളും കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയക്കാരുമാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവുമെന്നും ഞാൻ കരുതുന്നില്ല. അഡ്വക്കേറ്റ് PM നിയാസ്. നമുക്ക് ഒന്നും തോന്നരുത്. ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ രാഷ്ട്രീയ യോഗങ്ങളിൽ പറയുന്നുണ്ട്, മുണ്ടിട്ട മോദി ആണ് പിണറായി എന്ന്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇപ്പോൾ താങ്കൾ ആവർത്തിക്കുന്നത്. ഇവിടെ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തങ്ങൾ, സർക്കാരിൻ്റെ എല്ലാ വീഴ്ചകളുടെയും ഉത്തരവാദിത്തങ്ങൾ മാധ്യമങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സ്ഥിരം ശൈലിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ താങ്കളും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ വസ്തുതകൾ വസ്തുതകളായി കാണണം. ഞാനിത് തുടക്കം മുതൽ വീക്ഷിച്ച ഒരാളാണ്. ഇവിടെ ഫാദർ ജേക്കബ് ഇവിടെ ഉണ്ടല്ലോ, എന്താ അവിടെ സംഭവിച്ചത്? അവിടെ വന്നപ്പം തന്നെ കുട്ടികളും കുട്ടികളുടെ രക്ഷിതാക്കളും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഇവിടെ നിർബന്ധം, ഞങ്ങളുടെ സുമേധയ ഇഷ്ടപ്രകാരമാണ് പോയത്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും താല്പര്യപ്രകാരമാണ് പോയത്, ഇവിടെ ഒരു നിർബന്ധവും ഒരു മതപരിവർത്തനവും ഇല്ല എന്ന് അവർ ആവർത്തിച്ച് പറയുമ്പോഴും ബജരംഗിലെ ആളുകൾ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, അവരുടെ മുഖത്തടിക്കുകയാണ്. ഒരു പെൺകുട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് ഒരു മിനിറ്റ് ഇന്നൊരു കുട്ടിയുടെ ഇത് ഞാൻ കേൾപ്പിക്കാം. അത് അവരുടെ ഭാഷയിൽ അവർ പറയുന്നത് അടിയിൽ ക്യാപ്ഷനായി, ഇവര് ഈ കന്യാസ്ത്രീകൾക്കെതിരായി നിങ്ങൾ കള്ളസാക്ഷിത്വം പറഞ്ഞില്ല എങ്കിൽ താങ്കളുടെ സഹോദരനെ ഞങ്ങൾ ജയിലിലടച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുമെന്ന് പറഞ്ഞ അവരുടെ വാമൊഴി, അവരുടെ വീഡിയോ, അത് ഞാനിപ്പോൾ കേൾപ്പിക്കാം. താങ്കൾ അനുവദിച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ വളരെ മൂന്ന് പെൺകുട്ടികളെയും കോൺഗ്രസിന് സ്വാധീനിക്കാലോ, കാരണം അവർ പുറത്താണ്, അകത്തല്ല. ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം കൂടി തുറന്നു പറയാം. താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് തുടക്കം മുതൽ ബജരംഗ് ദളിന്റെ ആസൂത്രിതമായ നിലപാടാണ്. ബജരംഗിനെ മാറ്റി നിർത്തി ഈ കാര്യത്തിലൊരു അന്വേഷണം ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ പോലീസിന് ബോധ്യപ്പെടുമായിരുന്നു. അതിന് പകരം അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത് ഇവർ മതമാറ്റം നടത്തുന്നവരാണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അത് അംഗീകരിച്ചു. മതമാറ്റത്തിന് വേണ്ടി നിങ്ങൾ പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മതമാറ്റം ഇന്ത്യയിലെ നിയമപ്രകാരം ജാമ്യം കിട്ടാവുന്ന വകുപ്പാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പിന്നെ FIR മാറ്റി, നിങ്ങൾ FIR-ൽ മനുഷ്യക്കടത്ത് വെക്കുന്നു. അപ്പോൾ അവിടെ മാധ്യമങ്ങളാണോ കുഴപ്പം കാണിച്ചത്? എന്നിട്ട് NIA-ക്ക് കൈമാറുന്നു. NIA-ക്ക് കൈമാറിയാൽ അവിടെ 10 വർഷത്തെ ശിക്ഷ മാത്രമല്ല, NIA കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുക ബുദ്ധിമുട്ടാണ്. NIA കോടതിയിലാണല്ലോ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. അപ്പോൾ NIA കോടതിയാണല്ലോ ഇപ്പോൾ NIA കോടതിയാണല്ലോ ജാമ്യത്തിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ തുടക്കം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി ഇപ്പം എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം? ഛത്തീസ്ഗഡിലെ നിങ്ങളുടെ ഹൈന്ദവ വിഭാഗത്തെ ഏകോപിപ്പിച്ച് ക്രൈസ്തവ സമുദായത്തിനെതിരായി ഒരു വലിയ പുകമുറ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ കോട്ട സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. അത് പാളി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ആദ്യം പ്രതിഷേധിക്കേണ്ടത് ആ കോൺഗ്രസ് എന്തുകൊണ്ട് പ്രതിഷേധിക്കാതെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ ആവർത്തിച്ചുള്ള ചോദ്യം. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി താങ്കൾ ഇതുവരെ തന്നിട്ടില്ല. ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറയും. താങ്കൾ ചോദിച്ച ചോദ്യം ശരിയാണ്, ഞാനത് പറഞ്ഞല്ലോ. അവിടെ കേരളത്തിലെ KPC പ്രസിഡന്റ് അവിടെ പോകുന്നു. അവിടുത്തെ നിങ്ങൾ പറയുന്ന അവിടുത്തെ PCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ UDF-ഉം LDF-ഉം എന്തിനു പോയി എന്നാണ് ഇവിടെ കെന്നഡി ചോദിച്ചത്. ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ, കേരളത്തിലിരിക്കുന്ന നിങ്ങളുടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്
സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നേരെ വിട്ടുപിടിച്ചല്ലോ ഡൽഹിയിലേക്ക്. എന്തിനാ പോയത്? മറ്റൊരു കാര്യത്തിനുമല്ലല്ലോ. ഇവിടെ ഈ രണ്ട് കന്യാസ്ത്രീകളുടെ പ്രശ്നം ഒരു പ്രശ്നമില്ലാതെ ചെറിയ കാറ്റത്ത് ഒഴുകി പോകുന്ന പ്രശ്നത്തിന് എന്തിനാ ഈ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തേക്ക് ഡൽഹിയിലേക്ക് പോയത്? എന്തിനാ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച ചെയ്തത്? നിങ്ങൾ ആലോചിക്കണം. അപ്പോ ഞങ്ങളെ വോട്ട് തേടാൻ ഞാൻ പറയട്ടെ ദയവ് ഒറ്റ സെന്റൻസിൽ ഞാൻ അവസാനിപ്പിക്കാം. താങ്കൾ പറഞ്ഞത് UDF-ഉം LDF-ഉം രാഷ്ട്രീയ ചതുരംഗ കളി കളിക്കുകയാണെന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ അതിനപ്പുറത്ത് രാഷ്ട്രീയ ചതുരംഗ കളി കളിക്കുകയാണ്. ഇവിടെ പോവാണ് അങ്ങോട്ടേക്ക്. എന്തിനാ? ഞങ്ങളുടെ വോട്ട് പോകും, ഞങ്ങൾ കൊടുത്ത കേക്ക് പോകും, ഞങ്ങൾ കൊടുത്ത ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ബന്ധം പോകും, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് രാഷ്ട്രീയ ചതുരംഗ കളി കളിക്കുന്നത് കെന്നഡി പിന്തുണയ്ക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. ഏതായാലും കെന്നഡിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. കഷ്ടകാലം തുടങ്ങി കെന്നഡി. താങ്കൾ ഉന്നയിച്ചു കൊണ്ടുവന്നിരുന്ന BJP എന്ന് പറയുന്ന ഞങ്ങളുടെ ക്രൈസ്തവ ക്രിസംഗികളുടെ വലിയ സ്വർഗം ഉണ്ടാക്കാൻ പോകുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞത് ഇന്ന് മെല്ലെ മെല്ലെ കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രൈസ്തവ സമുദായങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 5ാം പത്തികളായി താങ്കൾ ഉൾപ്പെടെയുള്ള കെന്നഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് സമൂഹത്തിന് അടുക്കരുത് എന്ന നിർബന്ധ ബുദ്ധി കാരണമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഛത്തീസ്ഗഡിലേക്ക് പോയത് എന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അഡ്വക്കേറ്റ് PM നിയാസ്. അല്ലേ അഡ്വക്കേറ്റ് PM നിയാസ്? ഞാൻ അങ്ങനെയല്ല അനിൽ നമ്പ്യാരെ, അങ്ങനെയല്ല. ഞാൻ വളരെ വ്യക്തമായി പറയും, ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ട ഇന്ത്യയിലെ മതേതരത്വം സംരക്ഷിക്കുകയാണ്. അത് ക്രൈസ്തവരായാലും മുസൽമാനാരായാലും ബുദ്ധരായാലും സിഖുകാരായാലും ജൈനരായാലും പട്ടികജാതിക്കാരാണെങ്കിലും എല്ലാവരെയും തോളോട് ചേർത്ത് സംരക്ഷിക്കാനുള്ള തീരുമാനമാണ്. താങ്കളെപ്പോലെ സവർണരെ എടുത്ത് അവർണരെ തള്ളുക, പിന്നോക്കക്കാരെ ഒഴിവാക്കുക, പട്ടികജാതിക്കാരെ ഒഴിവാക്കുക, ഗിരിജനങ്ങളെ ഒഴിവാക്കുക, ഈ നിലപാടല്ല ഞങ്ങൾക്ക് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഇന്ത്യ, സമഭാവനയോടുകൂടിയുള്ള ഇന്ത്യ. ആ ഇന്ത്യയാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ആ വ്യത്യാസം ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കാൻ തയ്യാറാക്കണം.